Hi everyone, welcome back to my channel Toppers Media. Hi all of you. നമ്മുടെ ചാപ്റ്റർ 1 പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ടാണ് ലാസ്റ്റ് പോർഷൻ. നമ്മളിതിൽ കെമിക്കൽ ചേഞ്ചസ് ഇൻ ഗ്ലൂക്കോസ് അതുവരെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഇനി പറയുന്നത്. കീമോസിന്തസിസ്. All producers on earth do not depend on sunlight. The sulfur bacteria seen on land and in water are examples for this. They produce energy by breaking down chemical compounds. This process is called chemosynthesis. എന്താണ് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. എല്ലാ പ്രൊഡ്യൂസേഴ്സും സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. എല്ലാ ഓർഗാനിസംസും സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സൺലൈറ്റാണ് പ്രൈം സോഴ്സ് ഓഫ് എനർജി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രൊഡ്യൂസേഴ്സിന് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്കും പ്ലാന്റ്സും പ്രൊഡ്യൂസേഴ്സിനൊക്കെ എനർജി കിട്ടുന്നുണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ പ്രൊഡ്യൂസേഴ്സും, എർത്തിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഉള്ളത്. അതിനൊരു എക്സാമ്പിളാണ് സൾഫർ ബാക്ടീരിയ. സൾഫർ ബാക്ടീരിയ എവിടെയാണ് കാണുന്നത്? മണ്ണിലും അതുപോലെ തന്നെ വെള്ളത്തിലും കാണുന്ന സൾഫർ ബാക്ടീരിയ ഈ പ്രക്രിയയ്ക്ക് ഒരു എക്സാമ്പിളാണ്. ഇത് എങ്ങനെയാണ് അപ്പോൾ എനർജി ഉണ്ടാക്കുന്നുണ്ടാവുക? ദേ പ്രൊഡ്യൂസ് എനർജി ബൈ ബ്രേക്കിംഗ് ഡൗൺ ദ കെമിക്കൽ കോമ്പൗണ്ട്സ്. കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്തിട്ട്, കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ബാക്ടീരിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ്, കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് കീമോസിന്തസിസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീഡ് ഓഫ് കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു ചാർജ്, മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്, സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. കാണാത്തവർ കഴിഞ്ഞ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഹൗ വേരിയസ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ അനിമൽസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്? ഡു പ്ലാന്റ്സ് പ്രൊവൈഡ് ഓൺലി ഫുഡ് ഓൺ ഓക്സിജൻ? ഒബ്സർവ് ദ ഫിഗർ 1.1 given below and find more examples. എന്താണ് ചോദിച്ചിട്ടുള്ളത്? പ്ലാന്റ്സ് ഫുഡ് ആൻഡ് ഓക്സിജൻ തരുന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ ഈ ലെസൻ്റെ ചാപ്റ്ററിൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഫിഗർ കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഫുഡ് ആൻഡ് ഓക്സിജൻ തരുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഇത് മാത്രമാണോ പ്ലാന്റ്സ് നമുക്ക് തരുന്നത്? ഒബ്സർവ് ദ ഫിഗേഴ്സ് 1.1 ആൻഡ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾസ്. അതിൽ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് താഴെ തന്നിട്ടുള്ള എക്സാമ്പിൾസ് പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ് പിക്ചർ തന്നിട്ടുള്ളത്? കാപ്പിക്കുരുവാണ് അല്ലേ. ദെൻ സെക്കൻഡ് പിക്ചർ എന്താ? റബ്ബർ അല്ലേ. തേർഡ് കുരുമുളക്. നാലാമത്തെ എന്താ തന്നിട്ടുള്ളത്? ഒരു ഫ്രൂട്ടാണല്ലേ. അപ്പോൾ ഈ ഫുഡ് മാത്രമല്ല, നമുക്ക് എന്താണ് ജീവിക്കാനുള്ള റബ്ബറൊക്കെ നമുക്ക് ആവശ്യങ്ങൾക്ക് നമ്മുടെ ഫർണിച്ചേഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റബ്ബേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി ഫുഡ് ആൻഡ് എനർജി മാത്രമല്ല പ്ലാന്റ്സ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ഈ പിക്ചറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. മോസ്റ്റ് പ്ലാന്റ് പാർട്സ് ഹാവ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇൻ വൺ വേ ഓർ ദ അതർ വേ അല്ലേ. എക്കണോമിക് ഇമ്പോർട്ടൻസ് കാപ്പിക്കുരു ആയാലും റബ്ബർ ആയാലും കുരുമുളകിനായാലും എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടെയുള്ളതാണ് അല്ലേ. ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് സാമ്പത്തികമായിട്ട് നമ്മളെ മുൻനിരയിലെത്തിക്കാനായിട്ടുള്ള സഹായകം കൂടി ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. വെറൈറ്റി ഓഫ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആർ മെയ്ഡ് ഫ്രം ദം. പലതരത്തിലുള്ള പ്രോഡക്ട്സും ഈ കാണുന്ന ഐറ്റംസിൽ നിന്ന്, കാപ്പിക്കുരു ആയാലും റബ്ബറായാലും കുരുമുളകായാലും നമ്മൾ വാല്യൂ കുറച്ച് പെർട്ടിക്കുലർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. The processing and marketing of these resources open doors
ടു എ വൈഡ് റേഞ്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സിൻ്റെ പ്രോസസ്സിംഗ് ഉൽപ്പാദനമാണെങ്കിലും അതിൻ്റെ വിൽപ്പനയാണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എന്ത് തുറന്നു കൊടുക്കുന്നുണ്ട്? വൈഡ് റേഞ്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. തൊഴിലിൽ കുറച്ച് എന്ന് വെച്ചാൽ കുറേ പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ തരത്തിലുള്ള കാപ്പിക്കുരു, കുരുമുളക് പോലുള്ള കൃഷി ചെയ്യുന്നതാണെങ്കിൽ അതിനെ വിൽപ്പന ചെയ്യുന്നതാണെങ്കിൽ അല്ലേ, കുറേ പേർക്ക് ജോലിക്കുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ, collect information about economically important plant resources. Organize a discussion in your class on the job opportunities related to this area. Have you understood how diverse the plant world is? എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളിൽ പ്ലാന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലായില്ലേ. ഇനി ഇതിൽ കൂടുതൽ എക്സാമ്പിൾസ് ടീച്ചറുടെ ഹെൽപ്പോടുകൂടി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ഓഷ്യൻ അറ്റ് പാർ വിത്ത് ലാൻഡ്. ഓഷ്യൻ ഈസ് ഫാർ മോർ എക്സ്റ്റെൻസീവ് ദാൻ ലാൻഡ്. നമ്മൾ എർത്ത് ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്ലൂ കളറാണല്ലേ. എന്താ കാരണം? വെള്ളമാണ് കൂടുതലുള്ളത് അല്ലേ. ഇപ്പോൾ ഓഷ്യനാണ് ലാൻഡിനേക്കാൾ കൂടുതലായിട്ടുള്ളത് ഓഷ്യൻസാണ്. ഓഷ്യൻ ടു ഹാസ് ആൻ അമേസിങ് ഡൈവേഴ്സിറ്റി ഇൻ ഇറ്റ്സ് എക്കോസിസ്റ്റം. ഈ ഓഷ്യനകത്ത് ഒരു എക്കോസിസ്റ്റം ഉണ്ടല്ലോ. എന്താണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ. ഒരു സ്ഥലത്തിനെയാണ്, ഒരു എൻവിറോൺമെൻറ്റിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓഷ്യൻ്റെ അകത്തും ലാൻഡിനേക്കാൾ കൂടുതൽ ഓഷ്യൻസ് ആണെന്ന് പറഞ്ഞു. ഓഷ്യൻ്റെ അകത്തും എന്തുണ്ട്? ഒരു എക്കോസിസ്റ്റം ഉണ്ട്. സ്മോൾ ഓർഗാനിസംസ് ടു ദ ഗെയിൻ വെയിൽസ് ലൈവ് ദർ. എന്തൊക്കെ തൊട്ട്? ചെറിയ ചെറിയ ഓർഗാനിസംസ് തൊട്ട് വലിയ വെയിൽസ് വരെ ഏതിൽ കാണപ്പെടുന്നുണ്ട്? ഓഷ്യൻസിൽ കാണപ്പെടുന്നു. Analyze illustration 1.6 and the description given below. On the basis of the analysis and the indicators provided, discuss and write down your inferences in the science diary. എന്താണ് ആദ്യം നമുക്ക് തന്നിട്ടുള്ള 1.6 എന്ന ഫിഗർ, ഓഷ്യൻ ആസ് എൻ എക്കോസിസ്റ്റം എന്നുള്ള ഫിഗർ അനലൈസ് ചെയ്യുക. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് അനലൈസിസ് ആൻഡ് ദ ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡഡ്, ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി. എന്താണ് ആ പിക്ചറിൽ തന്നിട്ടുള്ളത് നോക്കിയേ. ആ വെള്ളത്തിനടിയിൽ എന്തൊക്കെയുണ്ട്? ഫിഷ് ഉണ്ട്, പ്ലാന്റ്സ്, കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് കാണുന്നുണ്ട്. ദെൻ ആൽഗെ ആൻഡ് വാട്ടർ പ്ലാന്റ്സ് അല്ലേ. അതല്ലാതെ കുറേ ഞണ്ട് അങ്ങനെയുള്ള ഓർഗാനിസംസ് കാണുന്നുണ്ട്. സൺലൈറ്റ് എവിടേക്ക് പതിക്കുന്നുണ്ട്? ഓഷ്യനിലേക്ക് പതിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ആൽഗെ ആൻഡ് വാട്ടർ പ്ലാന്റ്സ്. ആൽഗെ ആൻഡ് വാട്ടർ പ്ലാന്റ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫുഡ് ആൻഡ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ മാത്രമാണോ ഫുഡ് ആൻഡ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, വെള്ളത്തിലുള്ള ജീവികൾക്ക് ഫുഡും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ പുറം ജീവികൾക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഫുഡ് ആൻഡ് ഓക്സിജൻ ആൽഗെ ആൻഡ് വാട്ടർ പ്ലാന്റ്സ് കൊടുക്കുന്ന ഫുഡ് ആൻഡ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഫിഷും അതിലുള്ള ബാക്കി ഓർഗാനിസംസും ഒക്കെ ജീവിച്ചു വരുന്നു അല്ലേ, വളർന്നു വരുന്നു. ഇനി ഈ ഫിഷും അതുപോലുള്ള ബാക്കിയുള്ള ഓർഗാനിസംസിനെയും പിടിക്കാൻ നടക്കുന്നത്, അതിനെ ഭക്ഷിക്കുന്ന പക്ഷി മൃഗാദികളുണ്ട് അല്ലേ. ആ പക്ഷി മൃഗാദികൾക്ക് ഫുഡ് എവിടെ നിന്ന് കിട്ടുന്നു? ഓഷ്യൻ്റെ അകത്തുള്ള ഈ ഫിഷ് അതുപോലെ ബാക്കി ഓർഗാനിസംസിനെ പിടിക്കുന്നത് കൊണ്ട് കിട്ടുന്നു അല്ലേ. അപ്പോൾ അതൊരു എക്കോസിസ്റ്റം. ഓഷ്യനിൽ മാത്രമാണ് ആ എക്കോസിസ്റ്റം നിൽക്കുന്നത്? അല്ല, ബേർഡ്സ് ആൻഡ് അനിമൽസ് എവിടെയാണ്? ലാൻഡിൽ ജീവിക്കുന്നതാണ്. അവർക്കും കൂടി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഓഷ്യൻ എന്നുള്ള എക്കോസിസ്റ്റത്തിൽ നിന്ന് അല്ലേ. ഒന്നുകൂടി പറയാം, പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഫൈറ്റോ പ്ലാങ്ക്ടോൺസ്, ആൽഗെ ആൻഡ് വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓക്സിജൻ ബേർഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡിലുള്ള മൃഗങ്ങൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഓക്സിജൻ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് വഴി. ദെൻ ഈ ഫുഡ് ആൻഡ് ഓക്സിജൻ കൊണ്ട് ഓഷ്യനിലുള്ള ഫിഷസ് ആൻഡ് അതർ ഓർഗാനിസംസ്, ചെറിയ മൃഗങ്ങളൊക്കെ ചെറിയ ജീവികളൊക്കെ വളർന്നു വരുന്നു. ആ ജീവികളെ ഭക്ഷിക്കുന്ന ബേർഡ്സ് ആൻഡ് ആനിമൽസ് അല്ലേ. അപ്പോൾ ഓഷ്യനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഓക്സിജൻ
ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസംസ്. ഓക്സിജൻ എല്ലാ ഓർഗാനിസത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. യു നോ ദാറ്റ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാവുന്ന കാര്യമാണിത്. ഫോട്ടോസിന്തസിസിലൂടെയാണ് എന്ത് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുന്നത് അല്ലേ? നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ഓക്സിജൻ കിട്ടുന്നത്, ഏത് പ്രോസസ്സിലൂടെയാണെന്ന് ചോദിച്ചപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് പ്ലാന്റ്സിലൂടെ ഓക്സിജൻ കിട്ടുന്നത് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെയാണ്. About 70 to 80% of oxygen in the atmosphere is contributed by algae and phytoplanktons present in the sea. പക്ഷേ 70 മുതൽ 80% വരെ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന 70 തൊട്ട് 80% വരെയുള്ള ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതുപോലെ സീയിലും ഓഷൻസിലും ഒക്കെ കാണുന്ന ആൽഗെ ആൻഡ് ഫൈറ്റോപ്ലാങ്ക്ടൺസ് വഴിയാണ് കിട്ടുന്നത്. ഓക്കെ, then algae and phytoplanktons. The world of algae is diverse based on the quantity of main pigment present in them. Algae may be green, red or brown in color. പലതരത്തിലുള്ള ആൽഗേസ് ഉണ്ട്. എങ്ങനെയാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത്? അതിൻ്റെ പിഗ്മെൻറ്റ്, അതിലടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റ് വെച്ച് അതിൻ്റെ കളേഴ്സ് പലതരത്തിലുണ്ട്. മെയിനായിട്ട് 3 തരത്തിലാണ് കാണപ്പെടുന്നത്: ഗ്രീൻ, റെഡ് ആൻഡ് ബ്രൗൺ. ആൽഗെ ആർ ഡൈവേഴ്സ് ഇൻ ദെയർ സൈസ് ടു. അതിൻ്റെ സൈസിലും കൂടി ആൽഗെ ഡിഫറൻസ് ഉണ്ട്. ഫ്രം മൈക്രോസ്കോപ്പിക് സൈസ് ടു മീറ്റേഴ്സ് ലോങ്. ചെറിയ മൈക്രോസ്കോപ്പിക് സൈസ് മുതൽക്ക് മീറ്റേഴ്സ് വരെ നീളമുള്ള ആൽഗേസ് ഉണ്ട്. സർഗാസം ഇസ് എ ലാർജ് ബ്രൗൺ ആൽഗെ. ഏറ്റവും വലിയ ബ്രൗൺ ആൽഗെ എന്ന് പറയുന്നത് സർഗാസമാണ്. Phytoplankton found in oceans are free-floating microscopic organisms that perform photosynthesis. Phytoplanktons എന്ന് പറയുന്നത് ഓഷ്യൻസിൽ കാണുന്ന മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. ഡെസ്മിഡ്സ്, ഗോൾഡൻ ആൽഗെ ആൻഡ് സയനോബാക്ടീരിയ ആർ എക്സാമ്പിൾസ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. ഫൈറ്റോപ്ലാങ്ക്ടൺസിന് എക്സാമ്പിളാണ് ഡെസ്മിഡ്സ്, golden algae and cyanobacteria. Okay. Indicators. Chief producers in the ocean ecosystem. Importance of photosynthesis in ocean. Ocean gets polluted due to various reasons. Find its reason and prepare a short note. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുള്ള 2 കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി പറയുന്നത് എന്താണ്? ഓഷ്യൻസ് ഗെറ്റ് പൊല്യൂട്ടഡ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഓഷ്യൻ പൊല്യൂട്ടഡ് ആവുന്നത് എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ലൈക്ക് ലാൻഡ് പൊല്യൂഷൻ, ഓഷ്യൻ പൊല്യൂഷൻ ഓൾസോ അഡ്വേഴ്സ്ലി എഫക്ട്സ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. അല്ലേ, ലാൻഡ് പൊല്യൂട്ട് ആവുന്നത് പോലെ തന്നെയാണ് ഓഷ്യൻ വാട്ടർ പൊല്യൂഷനും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല, എല്ലാ ഓർഗാനിസംസിനും, ഹ്യൂമൻ ബീങ്സ് അടങ്ങുന്ന എല്ലാ ഓർഗാനിസംസിനും എഫക്റ്റ് ചെയ്യുന്നത് ലാൻഡ് പൊല്യൂഷൻ പോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓഷ്യൻ പൊല്യൂഷൻ. ഓക്കെ, വാട്ട് ക്യാൻ വി ഡു ടു അവോയ്ഡ് ദീസ്? ഫോർമുലേറ്റ് സജഷൻസ്. ഇനി അത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ടാബുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ പ്ലാന്റ്സ് എഡ്സ് വെൽത്ത്. The service rendered by plants for the sustenance for the living world is unique. Plants serve as the cheapest, effective and natural means for the purification of air. പ്ലാന്റ്സ് എങ്ങനെയാണ്? ചീപ്പസ്റ്റ് എന്ന് വെച്ചാൽ വില കുറവും എഫക്റ്റീവാണ്, അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ, എയർ ശുദ്ധീകരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു. By absorbing carbon dioxide from the atmosphere and releasing oxygen. കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുകയും അബ്സോർബ് ചെയ്യുകയും ഓക്സിജൻ റിലീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എയർ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഇൻവാല്യുബിൾ സർവീസ് ടു ദ ലിവിങ് വേൾഡ്. നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കും, ഹ്യൂമൻ ബീയിങ്സ് അടങ്ങുന്ന എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും പ്ലാന്റ്സ് വളരെയധികം സഹായകമാണ്. അല്ലേ, പ്ലാന്റ്സ് ഓൾസോ ഹാവ് എ മേജർ റോൾ ഇൻ ദ മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തടയാനും കൂടിയിട്ട് എന്ത് സഹായകമായിട്ടുണ്ട് ആവുന്നുണ്ട്? പ്ലാന്റ്സ്. ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്തുണ്ടാവുന്നു? സോയിൽ ഇറോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ.
അപ്പോൾ അതുകൂടി തടയാൻ എന്ത് സഹായകമാണ്? പ്ലാന്റ്സ് സഹായിക്കുന്നു. മാംഗ്രോവ് ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് സുനാമി ടു സം എക്സ്റ്റെൻഡ്. സുനാമി തടയാൻ വളരെ സഹായകമായിട്ട് നിൽക്കുന്നത്, കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മാംഗ്രോവ് ഫോറസ്റ്റ്. ബാംബു ഫോറസ്റ്റ്, റീഡ്, വെറ്റിവർ, ലെമൺ ഗ്രാസ് എക്സെട്ര പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ഫ്രം കൊളാപ്സിങ് ഡ്യൂറിങ് ഫ്ലഡ്. എന്ത് ചെയ്യുന്നു? റിവർ ബാങ്ക്സ് എന്ന് വെച്ചാൽ അരുവിയുടെ കരകളൊക്കെ ഇല്ലേ, അത് എന്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി സഹായകമാണ് ഇത് ബാംബു ഫോറസ്റ്റ്, റീഡ്, വെർട്ടിവർ, ലെമൺ ഗ്രാസ് എക്സെട്ര. ട്രീസ് ആൻഡ് ബുഷസ് ഇൻ മൗണ്ടെയ്ൻസ് ആൻഡ് ഹിൽസ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡ്. ഇനി ട്രീസ് ആൻഡ് ബുഷസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, ഇങ്ങനെയുള്ള ചെടികളൊക്കെ എന്ത് ചെയ്യുന്നു? മൗണ്ടെയ്ൻസിൽ സോയിൽ ഇറോഷൻ തടയാൻ വേണ്ടിയിട്ട് സഹായകമാണ്. അങ്ങനെ പലതരത്തിൽ പ്ലാന്റ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചതുപോലെ പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? പ്ലാന്റ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക? അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. ഒരിക്കലും മരങ്ങളെ അനാവശ്യമായിട്ട് വെട്ടി നശിപ്പിക്കാതിരിക്കുക അല്ലേ?